വന്ന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക. നമുക്കത് ഈ ക്യാമറ ഇങ്ങോട്ട് ചേരിക്കാം. ഫറ്റീഗ് റിമൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണി പാർക്കിംഗ് മോണിറ്റർ. ഇതാണ് മെയിൻ കാര്യം. നമുക്കിപ്പം ഏതെങ്കിലും രീതിക്ക് ഇപ്പം 24/7 റെക്കോർഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ 12.4 വോൾട്ട് ആണ് കാണിക്കുന്നത്. എല്ലോ നമുക്ക് അവിടെ കണക്ട് ചെയ്യാം. നമസ്കാരം, ഞാൻ രാകേഷ് MJ. നിങ്ങളൊരു വാഹനം യൂസ് ചെയ്യുന്ന വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല ഡാഷ് ക്യാമറയുടെയും വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പലരും എന്നോട് അതിനകത്ത് കമൻസ് ചോദിക്കുന്നൊരു കാര്യമാണ് റെഡ് ടൈഗർ എന്ന് പറയുന്ന കമ്പനിയുടെ വീഡിയോ ചെയ്യാൻ. യെസ്, ഞാൻ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന റെഡ് ടൈഗർ എന്ന് പറയുന്ന കമ്പനിയുടെ ഏറ്റവും പുതിയ മോഡലായ F7N Elite എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തൽ മാത്രമല്ല, ഇതിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഫിറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ട്, ഇതിൻ്റെ യൂസേജ് കാണിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാൻ പോകുന്ന നല്ല കിടിലൻ ഓഫറും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, ഫുൾ ഇരുന്ന് കണ്ടോണം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ സ്പെക്ക് ഒന്ന് നോക്കിയാലോ. 4K അൾട്രാ ക്ലിയർ ആയിട്ടുള്ള ഔട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ 5.8 GHz വൈഫൈ ആണ് കിട്ടുന്നത്. വോയിസ് കൺട്രോൾഡ് ആണ്. ലൂപ്പ് റെക്കോർഡിംഗ് കിട്ടുന്നുണ്ട്. സോണിയുടെ സ്റ്റാർവിസ് 2 ആണ് നമുക്ക് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ G സെൻസർ കിട്ടുന്നുണ്ട്. 4K ഫ്രണ്ട് ബാക്ക് ഫുൾ HD ആണ് കിട്ടുന്നത്. ടച്ച് സ്ക്രീൻ ആണ് കിട്ടുന്നത്. ഇതിനകത്ത് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. അതായത് ഇതിനകത്ത് നമുക്ക് ഫ്രീ മെമ്മറി കാർഡ് വരെ കിട്ടുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഈ ക്യാമറ വാങ്ങുന്ന കൂട്ടത്തിൽ തന്നെ ഉറപ്പായിട്ടും ഇതിൻ്റെ വയറിംഗ് ഹാർനസ് കിറ്റും കൂടെ നിങ്ങൾ വാങ്ങിച്ചോണം. ഈ വയറിംഗ് ഹാർനസ് കിറ്റ് വാങ്ങുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24/7 റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാഹനത്തിൽ നടക്കുന്നതായിരിക്കും. 24/7 റെക്കോർഡിംഗ് വേണ്ടതുണ്ടെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കിറ്റ് നിങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. വഴിയിലൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിരുന്ന സമയത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ നമ്മൾ കൊണ്ട് വാഹനം ഇട്ടേക്കുന്ന സമയത്തോ നമുക്ക് 100% വിശ്വാസത്തോടെ കൂടി ഇട്ടേച്ചും പോകാൻ സാധിക്കും. ആരും വന്നൊന്നും പണിയത്തില്ല. ഇനി പണിതാലും ആരാ പണിത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ഇവനെ പെട്ടെന്ന് അൺബോക്സ് ചെയ്താലോ. വാ, ഇതാദ്യം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഷീറ്റാണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. GPS-ന്റെ മൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിന്റെ മേളിലാണ് വരുന്നത്. ആദ്യത്തെ യൂസർ മാനുവലും ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കറും കൂടെ വരുന്നുണ്ട്. ക്യാമറ റെഡ് ടൈഗർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡിസ്പ്ലേ കാണാൻ സാധിക്കും. 128 GB മെമ്മറി കാർഡ് വരുന്നുണ്ട്. ഇതാണ് ചെയ്യുന്ന ഹോൾഡർ. ഇതിനകത്താണ് GPS വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അതിന്റെ കണക്ടേഴ്സും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റിയർ ക്യാമറ നമുക്ക് ഇവിടെ കാണാം. ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ റിയർ ക്യാമറ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെറ്റൽ ടൈപ്പ് തന്നെയാണ്. നമുക്കിത് ഔട്ട്സൈഡും ഫിറ്റ് ചെയ്യാം, ഇൻസൈഡും ഫിറ്റ് ചെയ്യാം. ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ ലെങ്തി ആയിട്ടുള്ള വയറും കിട്ടുന്നുണ്ട്. അടുത്ത് ഇതിൻ്റെ പവർ സപ്ലൈ കേബിൾ വിത്ത് കാർ ചാർജർ, ടൂൾസ്, കേബിൾ ക്ലിപ്സ്, അഡിറ്റീവ് സ്ലൈഡ് കവേഴ്സ്. ഇവിടെ നമുക്കൊരു USB ഔട്ടും കൂടെ കിട്ടുന്നുണ്ട്. USB-A ടൈപ്പ് ആണ്. നമുക്കൊരു ഔട്ടും കൂടെ യൂസ് ചെയ്യാം. സാധാരണ നമ്മുടെ സിഗരറ്റ് ലൈറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് പിന്നെ ഒന്നും എടുക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്കത് നല്ലൊരു ബെനിഫിറ്റ് ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ യൂസർ മാനുവലും കൂടെ ഒന്ന് നോക്കാം. ഡീറ്റെയിൽസ് എല്ലാം ഈ യൂസർ മാനുവൽ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി ഫിറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഫിറ്റിംഗ് മാത്രമല്ല, അതിനകത്ത് വരുന്ന ഈച്ച് ആൻഡ് എവറി ഡൗട്ട്സിനുള്ള ക്ലാരിഫിക്കേഷൻ ഇവർ വളരെ വ്യക്തമായിട്ട് ഈ ഒരു മാനുവലി വിത്ത് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ പറയുന്നത്. പല കമ്പനീസും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് ഒരു മാനുവൽ കൊടുക്കുക എന്നുള്ളത്. ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കേഴ്സ് 1, 2, 3, 4 4 സ്റ്റിക്കേഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് കിട്ടുന്നത്. നമുക്കിത് പെട്ടെന്ന് ഫിറ്റ് ചെയ്തല്ലോ. ആദ്യം തന്നെ ഈ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തോണം. ഇതാണ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ. ഇവരെ നമ്മൾ ഒട്ടിക്കുകയാണ്. ഇത് ഒട്ടിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു കാർഡ് ഉള്ളത് ഏറ്റവും നല്ലതാണ്, ഒരു ATM കാർഡ്. യെസ്, അപ്പം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യാണ്. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ GPS ആൻറ്റിനയാണ്. ഡയറക്റ്റ് ഇത് നമുക്കിങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു ഡാഷ് ക്യാമിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്താണെന്നറിയോ? ഇത് ഇങ്ങനെ ചെരിക്കാം, ഇങ്ങോട്ടും ചെരിക്കാം. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 180 ഡിഗ്രിയോളം ഇത് ചെരിയുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വരെ തിരിക്കാൻ സാധിക്കും. അതായത് ഫ്രണ്ടിലത്തെ വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിക്ക് നമുക്ക് ഈ സൈഡിലൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് വെച്ചോ, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക, നമുക്കത് ഈ ക്യാമറ ഇങ്ങോട്ട് ചെരിക്കാം. ഇങ്ങനെ ഈ ക്യാമറ അങ്ങോട്ട് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഭാഗത്തോട്ട് റെക്കോർഡിങ് നടന്നോളും. കിടുവല്ലേ? ആ ഫീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അത് കൊള്ളാം. സ്റ്റിക്കർ അങ്ങോട്ട് കളയുക. നിങ്ങൾക്കിപ്പോൾ ഒരു വയറിംഗ് ഹാർനസ് കിറ്റ് വാങ്ങണമെന്ന് ആഗ്രഹം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നേരെ നമ്മുടെ സിഗരറ്റ് ലൈറ്ററിലോട്ട്, അതായത് ഈ കാണുന്ന ഒരു സിഗരറ്റ് ലൈറ്ററിലോട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വയർ കൊണ്ടുപോകുന്ന ഈ സെയിം രീതി തന്നെ ഇതിലെ തന്നെ നമ്മൾ കൊണ്ടുപോയി ഈ സൈഡിലത്തെ പില്ലേഴ്സിൽ കൂടെ നേരെ താഴെ കൂടെ വന്നിട്ടാണ് ഇവിടെ കൊണ്ട് വരുന്നത്. നമ്മുടെ ടൈപ്പ് സിയുടെ കേബിൾ വരേണ്ടതും ഇവിടെയാണ് നമ്മുടെ റിയർ ക്യാമറ വരുന്നതും. ഞാൻ ഇത് നേരത്തെ കാണിച്ചായിരുന്നു. മെമ്മറി കാർഡ് 128 GB നമുക്ക് വരുന്നുണ്ട്. റിയർ ക്യാമറയുടെ ലൈൻ ഒന്ന് കണക്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ മേളിൽ കൂടെ കയറി ഇതിൽ നിന്ന് നേരെ ബാക്കിലോട്ട് പോകാനാണ്. ഇതിലേക്ക് കയറ്റി ഇതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ അപ്പുറത്തൂടെ എടുത്ത് ഈ ഒരു പോർഷനിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്.
അങ്ങനെ റിയർ ക്യാമറ നമുക്ക് രണ്ട് രീതിക്ക് കൊടുക്കാൻ സാധിക്കും. ഒന്ന് നമ്മുടെ ബമ്പറിൻ്റെ പോർഷനിലോട്ട് കൊടുക്കാൻ സാധിക്കും, അതായത് ഈ താഴത്തെ ഈ ഒരു പോർഷനിൽ വല്ലതും കൊടുക്കാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് അകത്ത് തന്നെ കൊടുക്കാം. സേഫ്റ്റി ഡിവൈസിൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ അകത്ത് കൊടുക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു പോർഷൻ ആയിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ചെറുതായിട്ട് 2 സ്ക്രൂ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സ്ക്രൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ കണക്ഷൻ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. ജ്യൂസിൻ്റെ കേസിൽ വരുന്ന കവർ ഇതിവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ എല്ലാം വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ കാണുന്ന ACCയിലാണ് ഞാൻ ഈ ഒരു റെഡ് ലൈൻ കൊടുക്കുന്നത്, ACC. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ B+ നമുക്ക് കൊടുക്കേണ്ടത് ഇതിനകത്ത് ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലാമ്പിൽ കൊടുക്കാൻ സാധിക്കും. ഈ കാണുന്ന ഡൂം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇവിടെ എല്ലാം നമ്മൾ ടാഗ് ചെയ്ത് ഈ വയർ താഴോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തു. നമുക്കിവിടെ വോൾട്ടേജ് കാണിക്കുന്നുണ്ട്, 12.4 വോൾട്ടാണ് കാണിക്കുന്നത്. ഞാൻ കീ ഇൻസേർട്ട് ചെയ്തിട്ട് ACC ഓൺ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം. ഞാനിവിടെ കീ ഒന്ന് ഓൺ ചെയ്തു, അന്നേരം അവിടെ ACC ഓൺ ആണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ കീ ഓഫ് ചെയ്തു, കീ ഊരി എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഓഫ് ആവുന്ന കണ്ടീഷൻ. അതായത് എപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നു, ആ ഡ്രോപ്പ് വരുന്നതിനനുസരിച്ച് ഇങ്ങോട്ടുള്ള പവർ അത് കട്ട് ഓഫ് ചെയ്യുകയും ചെയ്യും. 24/7 റെക്കോർഡിങ് നടക്കില്ല. അങ്ങനെ നമ്മുടെ കണക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പം ക്യാമറ ഓൺ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ടെമ്പററി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതെല്ലാം ഞാൻ ഒന്നുകൂടി വൃത്തിയായിട്ട് സെറ്റ് ചെയ്യും. ആദ്യത്തെ സെറ്റിങ്സ് ഒന്ന് റെഡി ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ ടൈം ന്യൂഡൽഹി കൊടുത്തു, അത് ഓക്കെ. ഇപ്പോൾ നമ്മുടെ എല്ലാം വർക്കിംഗ് ആണ്. ഇപ്പോൾ ഫ്രണ്ടിലത്തെ ക്യാമറ വർക്കിംഗ് ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്കത് ബാക്കിലത്തെ വിഷ്വൽ അതൊന്നും കറക്റ്റ് ചെയ്യണം. ഇവിടെ താഴെ നമുക്ക് പ്രസ് ചെയ്താൽ ഫോട്ടോ എടുക്കാം. മേളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ആക്കാം. മെനു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓരോ സെറ്റിങ്സ് ഉണ്ട്. ഞാൻ ഏതെങ്കിലും സെറ്റിങ്സ് എല്ലാം ഒന്ന് പഠിക്കട്ടെ. സൈഡിൽ കൊടുത്തിരിക്കുന്ന ബട്ടണിൽ ഞാനൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പം കാണുന്നത് ബാക്കും ഇവിടെ ഫ്രണ്ടും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് മാത്രം. ഞാൻ ഹുഡ് തുറന്നിട്ടിട്ടുള്ളതുകൊണ്ടാണ്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് മാത്രം. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ടൈം, ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇത് ഓട്ടോമാറ്റിക്കായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്, GPS അവൈലബിൾ ആയതുകൊണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ഫുൾ ഓഫ്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സ് എടുക്കാൻ സാധിക്കും. ഇതിനകത്ത് വീഡിയോ പ്ലേ ബാക്ക് നമുക്കിങ്ങനെ ഓരോന്നായിട്ട് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് സെറ്റിങ്സ് എടുത്തു. സെറ്റിങ്സിനകത്ത് റെസൊല്യൂഷൻ ഉണ്ട്. റെസൊല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ 4K കിട്ടുന്നുണ്ട്. 4K ബാക്ക് 180 അല്ലെങ്കിൽ ഫ്രണ്ട് 2K 180 നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഞാൻ 4K തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സൗണ്ട് റെക്കോർഡിംഗ് എങ്ങനെ വേണമെന്നുള്ള സൗണ്ട് റെക്കോർഡിംഗ് ഞാൻ yes or no ഞാനതിപ്പോൾ ഓൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലൂപ്പ് റെക്കോർഡിംഗ്, അതായത് എത്ര മിനിറ്റിൻ്റെ വീഡിയോസ് വേണം, 5 മിനിറ്റ്സ് വെച്ചാണ് ഞാൻ ലൂപ്പ് റെക്കോർഡിംഗ് ചെയ്തിരിക്കുന്നത്. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴത്തേക്കും അത് അടുത്ത ഫോൾഡറിലോട്ടാവും. G സെൻസർ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. മീഡിയം തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫറ്റീഗ് റിമൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ എത്ര മണിക്കൂർ നമ്മൾ ഓടിക്കഴിയുമ്പോൾ നമ്മളൊരു റിമൈൻഡർ, അതായത് ഒന്ന് ചായ കുടിക്കാനൊക്കെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടി 2 hours കൊടുക്കുകയാണ്. വൈഫൈ കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് അത് ഞാൻ ലാസ്റ്റ് ചെയ്തുതരാം. വോളിയം നമ്മുടെ ഈ സൗണ്ട് കേൾക്കുന്നത് അത് മീഡിയം, കുഴപ്പമില്ല. ക്ലിക്ക് ടോൺ കേൾക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഒന്നുകൂടെ ഞാൻ താഴോട്ട് പോയി. അടുത്ത പാർക്കിംഗ് മോണിറ്റർ. ഇതാണ് മെയിൻ കാര്യം. നമുക്കിപ്പം ഏതെങ്കിലും രീതിക്ക് ഇപ്പം 24/7 റെക്കോർഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ടൈം ലാപ്സ് 24/7 റെക്കോർഡിംഗ് കൊടുക്കുക. അത് വേണ്ടെന്നുണ്ടെങ്കിൽ G സെൻസർ മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ മാത്രം റെക്കോർഡിങ്, അല്ലെങ്കിൽ 12 hours 24 hours നമുക്ക് അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഞാനത് G സെൻസർ മാത്രം കൊടുക്കുകയാണ്. നമ്മുടെ GPS ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടൈം സ്റ്റാമ്പ്, നമ്മുടെ ടൈം ഇതിൽ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ ഓണാക്കി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡ് സ്റ്റാമ്പ് ചെയ്യണോ അതും ഓണാക്കി തന്നെ. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ സ്പീഡും കൂടെ അതിൽ വരണോ. ടൈം സ്റ്റൈൽ എങ്ങനെ വേണമെന്നുള്ള 12 വേണോ 24 hours കൊടുത്തിട്ടുണ്ട്. ടൈം സോൺ എവിടെയാണെന്നുള്ളത് ന്യൂഡൽഹിയിലാണ്. ഫ്ലിക്കറിങ്ങിൻ്റെ 60 Hz 50 ഇടുക. ഞാൻ 60 തന്നെ ഇടുകയാണ്. പിന്നെ അടുത്ത് വരുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഡക്റ്റിൻ്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് കൊടുക്കാം. ഹെൽപ്പ് സെൻറ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് വരുന്നത്. പ്ലേ ബാക്ക് നമ്മളിപ്പോൾ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഫ്രണ്ട് ബാക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഞാൻ ഇവരെ ഒന്ന് ഡ്രൈവ് ചെയ്യട്ടെ. ഇനി കുറച്ച് ദിവസത്തെ ഡ്രൈവും കൂടെ നമുക്കൊന്ന് നോക്കാം. ഡ്രൈവ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കൃത്യമായിട്ട് നമുക്കറിയാം. കീ ഓഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ കീ ഓഫ് ചെയ്തു, കീ ഊരിയെടുത്തു. ഓക്കെ, ഇനി ഇതിപ്പോൾ കാണിക്കുന്ന ACC ഓഫ് ആയിട്ടുണ്ട്. ഇനി G സെൻസറിൻ്റെ മോഡിലോട്ട് ഇത് മാറിയിരിക്കുകയാണ്. അന്നേരം ഡിസ്പ്ലേ എല്ലാം ഓഫ് ആവും. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഓക്കെ എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഇതിൻ്റെ ഔട്ട് ഞാൻ എടുത്തായിരുന്നു. പക്ഷേ ഗ്ലാസ് ക്ലീൻ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിക്കെങ്കിലും ഒരു മടുപ്പ് തോന്നും. ഞാൻ അതിൻ്റെ കുറച്ച് വിഷ്വൽസും കൂടെ കൊടുത്തേക്കാം. ഗ്ലാസ് ക്ലീൻ അല്ലാത്തതിൻ്റെ വിഷ്വൽസ്. ഇനി ഗ്ലാസ് തന്നെ ക്ലീൻ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ടാണ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മുടെ ഡ്രൈവാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഓവറോൾ ഞാനിതിപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഔട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഗ്ലാസിൻ്റെ ഒരു ഇഷ്യൂ ഞാൻ പറഞ്ഞത്. ഏതായാലും ഇപ്പം ഈ ഒരു കാര്യത്തിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ
നമുക്ക് വാഹനം ഓടിക്കുന്നതിൻ്റെ സ്പീഡ് എത്രയാണെന്നും നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എവിടെയാണെന്നും എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ക്യാമറയ്ക്കകത്ത് അറിയാൻ സാധിക്കും. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു സൈഡ് തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ G സെൻസർ വരുന്നുള്ളതുകൊണ്ട് എവിടെയെങ്കിലും വാഹനം പാർക്ക് ചെയ്തിട്ട് പോകുന്ന സമയത്ത് ആരെങ്കിലും വന്ന് ചെറിയ രീതിക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇതിൻ്റെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതും ഒരു പോസിറ്റീവ് സൈഡാണ്. ഓക്കെ, അപ്പം നൈറ്റ് ഡ്രൈവും കൂടെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്കിപ്പോ കാണാൻ സാധിക്കുന്ന ഒരു നമ്പർ പ്ലേറ്റിന്റെ വിസിബിലിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാനിപ്പം സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഈ യൂണിറ്റിനകത്ത് വരുന്ന മൈക്കിന്റെ തന്നെയാണ്. അതായത് നമ്മുടെ റെഡ് ടൈഗറിന്റെ ഈ ഒരു ഡാഷ് ക്യാമിന്റെ മൈക്ക് യൂസ് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ കേൾക്കുന്ന വോയിസ് ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് വരുന്നതാണ്. അപ്പൊ എങ്ങനെയുണ്ട് വോയിസ് ഒന്നും കൂടെ ജസ്റ്റ് കമന്റ് ചെയ്തേക്കാം. രാത്രിയുള്ള ഫ്രണ്ടിലത്തെ വിഷ്വലും ബാക്കിലത്തെ വിഷ്വലും നിങ്ങൾക്ക് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയുണ്ട് ഈ ക്യാമറയെ കുറിച്ചുള്ള അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. യെസ്, അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണ്. ഏതായാലും എൻ്റെ അഭിപ്രായത്തിൽ കിടു പ്രോഡക്റ്റ് തന്നെയാണ്. കാരണം ഇപ്പം നല്ലൊരു ഓഫർ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, താഴെ കൊടുത്തിരിക്കുന്ന കൂപ്പൺ കോഡ് രാകേഷ് MG എന്നുള്ളൊരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ 400 രൂപ തൊട്ട് അങ്ങോട്ട് നല്ല ഓഫേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. ലിങ്ക് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ആ വെബ്സൈറ്റിനകത്ത് ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ പ്രോഡക്റ്റ്. ഷോപ്പ് നൗ എന്ന് പറഞ്ഞ് കൊടുക്കുക. ബൈ ഇറ്റ് നൗ. നിങ്ങളുടെ മെയിൽ ID ഇവിടെ കൊടുക്കുക. 16,596 ആ ഒരു ലിങ്ക് യൂസ് ചെയ്ത് വരുന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇപ്പം തന്നെ ടോട്ടൽ സേവിങ്സ് കിട്ടിയിരിക്കുന്നത് 873 രൂപയാണ് ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുന്നത്. അതായത് 16,596 രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വയറിംഗ് ഹാർനസ് കിറ്റും കൂടെ വേണമെങ്കിൽ ഈ ഒരു ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. അതും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 18,970 വരുന്നത്. അത് ഓർഡർ നൗ ക്യാഷ് ഓൺ ഡെലിവറി നമുക്കിവിടെ അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഡിസ്കൗണ്ട് കൂടെ കഴിഞ്ഞിട്ട് 17,011 രൂപയാണ് നമുക്ക് ടോട്ടൽ വരുന്നത്. ഇങ്ങനെ ഒരു ഓഫർ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് വാങ്ങി